ഹായ് ഓൾ, വെൽക്കം ടു വിസ്ഡം ലെക്ചേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HSSTയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോസസ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ സ്റ്റഡീസ് ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമുക്കിനി സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രോസസ്സ്. ആദ്യമായിട്ട് പ്രോസസ് കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രോഗ്രാം വേഴ്സസ് പ്രോസസ്. പ്രോസസ് എന്ന് പറഞ്ഞാല് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷനിൽ ഇരിക്കുന്ന പ്രോഗ്രാമിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഓഫ് എ പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റാസ് ആണ്. ഡാറ്റാസ് രണ്ട് തരത്തിലുണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഡാറ്റ ഉണ്ട്. സ്റ്റാറ്റിക് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ് സൈസ് ആയിരിക്കും. മെമ്മറി അലോക്കേഷൻ എപ്പോഴാണ്? ലോഡ് ടൈമിലാണ് നടക്കുക. ലോഡറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻഡ് എ എന്നുള്ള നമ്മൾ ഇൻഡ് ഫ്ലോട്ട് അങ്ങനെയെല്ലാം കൊടുക്കുന്നത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. പിന്നെ ഡൈനാമിക് ഡാറ്റാസ് ഉണ്ട്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് വേരിയബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ മെമ്മറി അലോക്കേഷൻ ഡ്യൂറിങ് റൺ ടൈം ആണ് നടക്കുക. പോയിന്റർ വേരിയബിൾസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പ്രോഗ്രാമില് ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൻസിയേഷൻ ഓഫ് എ പ്രോഗ്രാം എന്ന് പറയാം. അല്ലെങ്കിൽ CPU-ല് ഒരു ഷെഡ്യൂളബിൾ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് എക്സിക്യൂഷൻ ഓൺ CPU ആണ്. ഇതൊരു ആക്റ്റീവ് എൻറ്റിറ്റി ആണ്, എപ്പോഴും മെയിൻ മെമ്മറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെന്റർ ആണ്, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പ്രോസസ് ആണ്. പിന്നെ OS-ൽ ഒരു പ്രോസസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ടിവിറ്റിയും നടക്കുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ ഇതൊരു ആനിമേറ്റഡ് സ്പിരിറ്റ് ആണ്. വി കാൺ സീ പ്രോസസ് ബട്ട് വി ക്യാൻ സീ പ്രോഗ്രാം. ഓക്കെ, അടുത്തത് പ്രോസസ്സിന്റെ ഡാറ്റ സ്ട്രക്ചർ ആണ് വരുന്നത്. അതിന്റെ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. അതിൽ ഫോർമൽ ഡെഫിനിഷൻസ് വരും, ഓപ്പറേഷൻ വരും, ആട്രിബ്യൂട്ട്സ് വരും, റെപ്രസെന്റേഷൻ ഓർ ഇംപ്ലിമെന്റേഷൻസ് വരും. പിന്നെ അബ്സ്ട്രാക്ട് വ്യൂ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതില് സ്റ്റാക്ക് വരുന്നുണ്ട്, ഹീപ്പ് വരുന്നുണ്ട്, ഡാറ്റയുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. അബ്സ്ട്രാക്ട് വ്യൂ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രോസസ് ഇൻ മെമ്മറിയാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ ആർഗ്യുമെന്റ്സ് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ റിട്ടേൺ അഡ്രസ്, ലോക്കൽ വേരിയബിൾസ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഹീപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. റൺ ടൈമിൽ ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഹീപ്പില്. ടെക്സ്റ്റ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നത് പ്രോസസ്സിന്റെ രജിസ്റ്റേഴ്സും അല്ലെങ്കിൽ മോസ്റ്റ് റീസെന്റ് ആക്ടിവിറ്റി എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എല്ലാം നമ്മൾ ഇടുന്നത് ടെക്സ്റ്റിലാണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസ് ആണ് ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പിന്നെ പ്രോസസ്സിൽ നമുക്ക് ചില ഓപ്പറേഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ക്രിയേഷൻ. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ റെഡി ക്യൂയിലേക്കാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റെഡി ക്യൂ പ്രോസസ്സിന്റെ ഒരു സ്റ്റേറ്റ് എന്ന്. അപ്പം ഒരു പ്രോസസ്സ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് റെഡി ക്യൂവിൽ സെറ്റ് ആയിട്ടിരിക്കും. പിന്നെ എക്സിക്യൂഷൻ അത് റെഡിയാണ് എന്നാണ് അർത്ഥം, റെഡി ക്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ. അടുത്തത് ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എക്സിക്യൂഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണ്.
ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത ഏത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് റെഡി ക്യൂവിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാ. ആ ഒരു പ്രോസസ്സാണ് എന്ത് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടാൽ, അതായത് റെഡി ക്യൂവിൽ നിന്നും റൺ സ്റ്റേറ്റിലേക്ക് പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഒരു ബ്ലോക്ക് ഓർ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു കേസ് അതിന്റെ ടേൺ അനുസരിച്ച് എക്സിക്യൂഷനിലേക്ക് വരികയാണ് ചെയ്യുക. അടുത്തത് സസ്പെൻഡ്. ഒരു പ്രോസസ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിന് ബ്ലോക്കിംഗ് ഓർ വെയിറ്റിംഗ് സ്റ്റേജിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഈസ് ടെമ്പററിലി പോസിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്സ്. അത് പ്രയോറിറ്റിയുടെ കേസിലായിരിക്കും. ഇപ്പൊ നമ്മൾ റൗണ്ട് റോബിനിലൊക്കെ ആണെങ്കിൽ ഒരു ടൈം ഉണ്ട്. ആ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സ് മാറി മാറി എക്സിക്യൂട്ട് ചെയ്യാണ്. അതേപോലെ എക്സിക്യൂഷൻ നടക്കുന്നതിന്റെ ഇടയിൽ ബ്ലോക്ക് ഓർ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു കേസാണ് എന്ത് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഐഒ റിക്വസ്റ്റിന് പോകുന്നത് ബ്ലോക്ക് ആണ്. അല്ലാതെ നമ്മൾ ഒരു എക്സിക്യൂഷൻ പോസ് ചെയ്യുന്ന ടെമ്പററിലി കുറച്ചു നേരത്തേക്ക് പോസ് ചെയ്യുന്നതിനാണ് സസ്പെൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ടെർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഫുൾ ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PCB, അതായത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആ പ്രോസസ് കൺട്രോൾ PCB ഡിലീറ്റ് ചെയ്തിട്ട് ആ പ്രോസസ്സ് കില്ല് ചെയ്യാണ്. അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കില്ല് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനാണ് ടെർമിനേറ്റ്. അടുത്തത് ആട്രിബ്യൂട്ട്സ്. നമ്മുടെ പ്രോസസ്സിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതാണ് പ്രോസസ് ID, പ്രോഗ്രാം കൺട്രോൾ, പ്രോസസ് സ്റ്റേറ്റ്, പ്രയോറിറ്റി, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഡിവൈസസ്. ഇതൊക്കെ പ്രോസസ് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a process is created, a unique ID is assigned to the process which is used for unique identification of the process in the system. അതായത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു യുണീക്ക് ID കൊടുക്കും. ഓരോ പ്രോസസ്സും അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ടായിരിക്കും. അത് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതായത് പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് പ്രോസസ് സ്റ്റേറ്റ് ആണ്. പ്രോസസ് സ്റ്റേറ്റ് എന്താണ്? The process from its creation to the completion goes through various states which are new, ready, running, waiting. അങ്ങനെയല്ല, നമുക്കറിയാം പ്രോസസ്സിന്റെ സ്റ്റേറ്റുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. സ്റ്റേറ്റ് ഡയഗ്രാം ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല സ്റ്റേറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പൊ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ ആണ്, പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എക്സിക്യൂഷന് റെഡി ആകുന്ന സ്റ്റേറ്റ് ആണ് റെഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്. അത് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതിലേക്ക് പോകും, റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ എന്താണ്, എന്തെങ്കിലും ഒരു സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എന്തിലേക്ക് പോകും, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് റെസ്യൂം ചെയ്തിട്ട് തിരിച്ച് റെഡി സ്റ്റേറ്റിൽ വരും, പിന്നെ റണ്ണിങ് പോകും, ലാസ്റ്റ് ടെർമിനേഷൻ വരെ. ഇത് ഓരോ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തത് പ്രയോറിറ്റി. Every process has its own priority. The process with the highest priority among the processes gets the CPU first. This is also stored on the process control block.
അതായത് നമുക്കറിയാം പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ CPU ഓരോ പ്രോസസ്സുകൾക്കും കിട്ടുന്നത് ഡിഫറെന്റ് ആയിട്ടിരിക്കും. അതായത് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സിന് ആദ്യം CPU കിട്ടും. പിന്നെ കുറച്ച് ലോവർ ആയിട്ടുള്ള പ്രയോറിറ്റി വരുന്നതിന് പതുക്കെ ആയിരിക്കും CPU കിട്ടുന്നത്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, അതായത് PCB-യിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. General purpose registers. Every process has its own set of registers which are used to hold the data which is generated during execution of the process. അതായത് ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോസസ്സിനും അതിൻ്റെതായ കുറച്ച് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതാണ് എന്ത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ എവറി പ്രോസസ് uses some files which need to be present in the main memory. OS also maintains, OS means operating system also maintains a list of open files in the PCB. അതായത് എല്ലാ പ്രോസസ്സും അതിന്റെ എക്സിക്യൂഷൻ ടൈമിൽ കുറച്ച് ഫയൽസ് ആവശ്യമായിട്ടുണ്ട്. അത് മെയിൻ മെമ്മറിയിൽ ഉണ്ടാകും. അതാണ് എന്ത് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്. അടുത്തത് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഡിവൈസസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻസ് ലിസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ഡിവൈസസ് വിച്ച് ആർ യൂസ്ഡ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്. എക്സിക്യൂഷൻ ടൈമിൽ ഏതൊക്കെയാണ് ഡിവൈസസ് വേണ്ടത് അതെല്ലാം ഓപ്പൺ ഡിവൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്താണ് എന്നതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. അതെന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഓഫ് ദ പ്രോസസ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലെ രജിസ്റ്റേഴ്സ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ആണ്. PCB നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തതാണ്. അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. എന്താണ്? പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്, പ്രോസസ് നമ്പർ ഉണ്ട്, പ്രോസസ് കൗണ്ടർ ഉണ്ട്, പ്രോസസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി ലിമിറ്റ്സ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ഉണ്ട്. അപ്പൊ ഈ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ? ന്യൂ ആകാം, റെഡി ആകാം, റണ്ണിങ്, വെയിറ്റിംഗ്, അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ ഏത് വേണമെങ്കിലും ആകാം. പിന്നെ പ്രോസസ് നമ്പർ, ഓരോ പ്രോസസ്സിനും യുണീക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പ്രോസസ് നമ്പർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ എപ്പോഴും അടുത്തത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ആയിരിക്കും സേവ് ചെയ്യുന്നത്. അതായത് അടുത്തതായിട്ട് എക്സിക്യൂഷൻ നടക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ സേവ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് നമുക്ക് എന്താണ്? ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ദാറ്റ് ആർ നീഡഡ് ടു ക്യാരി ഔട്ട് ദിസ് പ്രോസസ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. ഇതൊരു ഡാറ്റ സ്ട്രക്ചർ ആണ് ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓഫ് ദ പ്രോസസ് റിലേറ്റഡ് ടു ഇറ്റ്. ഇൻഫർമേഷൻ, ഈ പ്രോസസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് എന്ത്? ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഇതിന് വേറെ പേരുകളും ഉണ്ട്.
എ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയാം, എൻട്രി ഓഫ് ദ പ്രോസസ് ബ്ലോക്ക് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഈ പ്രോസസ്സിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഇതില് രജിസ്റ്റേഴ്സ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അത് മേ ബി അക്കുമുലേറ്റേഴ്സ് ആകാം, ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആക്കാം, സ്റ്റാക്ക് പോയിന്റേഴ്സ് ആകാം, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആകാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. പിന്നെ അടുത്തത് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ആണ്. ഡിഫറെന്റ് ഫയൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിന്റെ ഓവറോൾ ഐഡിയ. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഡയഗ്രാം. ഒരു പ്രോസസ്സിന് പല സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളും ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലൂടെയും അത് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ന്യൂ സ്റ്റേറ്റിലാണ് വരുന്നത്. അതായത് ഒരു പ്രോഗ്രാം സെക്കൻഡറി മെമ്മറിയിൽ നിന്നും മെയിൻ മെമ്മറിയിലേക്ക് വോയിസ് പിക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് ആണ് എന്ത്, ന്യൂ എന്ന സ്റ്റേറ്റ്. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു പ്രോഗ്രാം പിക്ക് ചെയ്ത് മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് റെഡി ക്യൂല് വരുന്നത്. റെഡി എന്നുള്ളൊരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലേക്കാണ് പ്രോസസ്സുകളെല്ലാം വരും, ക്യൂ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യും. ഈ റെഡി സ്റ്റേറ്റിൽ നിന്നും അതിനെ ഷെഡ്യൂൾ ചെയ്യണം. ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ സി പി യുനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിനെ എടുക്കും. അങ്ങനെ പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡി ക്യൂവിന് വെയിറ്റ് ചെയ്യുന്ന കുറെ പ്രോസസ്സുകൾ കാണും. അതിൽ നിന്നും ഒരു പ്രോസസ്സിനെ സി പി യുല് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോസസ്സ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് ആണ് റൺ. റൺ മീൻസ് അത് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് ഒരു IO റിക്വസ്റ്റ് വരികയാണെങ്കിൽ അപ്പം നേരെ അത് പോകുന്നത് വെയിറ്റ് ഓർ ബ്ലോക്ക് ക്യൂയിലേക്കാണ്. എന്താണ്, IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വെയിറ്റ് ഓർ ബ്ലോക്ക് ക്യൂയിലേക്ക് പോകും. അവിടെ നിന്ന് IO കംപ്ലീഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും അത് റെഡി ക്യൂയിലേക്ക് പോകും. അവിടെ വീണ്ടും വെയിറ്റ് ചെയ്യണം. എപ്പോഴാണോ ഷെഡ്യൂളർ ഷെഡ്യൂൾ ചെയ്യുന്നത് വീണ്ടും അതിന് റൺ സ്റ്റേറ്റിലേക്ക് വരാം, എക്സിക്യൂട്ട് ചെയ്യാം. അത് എക്സിക്യൂഷൻ കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ടെർമിനേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ PCB എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിനെ കില്ല് ചെയ്യും. അതായത് പ്രോസസ്സ് എക്സിക്യൂഷൻ കഴിഞ്ഞു, അത് ടെർമിനേഷൻ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, അടുത്ത പ്രോസസ്സിനെ എടുത്ത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഈ വെയിറ്റ് ഓർ ബ്ലോക്ക് ടൈമില് അവിടെ അത് മെയിൻ മെമ്മറിയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. മെയിൻ മെമ്മറിയിൽ സ്പേസ് ഇല്ലാതെ വന്നാൽ പ്രയോറിറ്റി കൂടിയ പ്രോസസ്സുകൾ വെയിറ്റ് ഓർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ മെമ്മറിയിൽ നിന്നും സസ്പെൻഡ് വെയിറ്റിലേക്ക് വരും. ഈ സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറി അല്ല, സെക്കൻഡറി മെമ്മറിയാണ്. അവിടെ നിന്ന് ഇതിനെ റെസ്യൂം ചെയ്ത് വെയിറ്റ് ഓർ ബ്ലോക്ക് ക്യൂവിലേക്ക് തന്നെ പോകാം, മെയിൻ മെമ്മറിയിലേക്ക്. അവിടുന്ന് വീണ്ടും IO കംപ്ലീഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യാം, റെഡി സ്റ്റേറ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇത് റെഡിയായി നമുക്ക് മെയിൻ മെമ്മറിയിൽ പ്ലേസ് ഇല്ല എന്നാണെങ്കിൽ അത് IO കംപ്ലീഷൻ നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ തന്നെ സസ്പെൻഡ് റെഡി എന്ന് പറഞ്ഞ് ഈ ഒരു ക്യൂവിലാണ് വെയിറ്റ് ചെയ്യേണ്ടി വരിക. അതായത് സസ്പെൻഡ് റെഡിയും സസ്പെൻഡ് വെയിറ്റും എന്താണ്, സെക്കൻഡറി മെമ്മറിയിലാണ്, മെയിൻ മെമ്മറിയിലല്ല. ഓക്കെ, പിന്നെ ഈ റെഡി ക്യൂവിലുള്ള സമയത്തും പ്രയോറിറ്റി കൂടുതലുള്ള പ്രോസസ്സുകൾ വന്നാൽ നമുക്ക് മെയിൻ മെമ്മറി അധികം മെമ്മറി
അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല, നമുക്ക് ഒരുപാട് മെമ്മറി ഇല്ല അവിടെ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് വരുമ്പോ അവിടെ നിന്നും എന്ത് ചെയ്യാം? സെക്കൻഡറി മെമ്മറിയിലേക്ക് പ്രോസസ്സിനെ ഇടാം. അതെന്താണ്? സസ്പെൻഡ് റെഡി ആയിട്ട് പോകും. സസ്പെൻഡ് ഓർ റെഡി അതിലോട്ട് പോകും. എപ്പോഴാണോ പിന്നെ മെയിൻ മെമ്മറിയിലെ റെഡി ക്യൂയിലേക്ക് പോകുന്നത്, ആ സമയത്ത് റെസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അതിന് വീണ്ടും റെഡി ക്യൂയിലേക്ക് പോകാം. അടുത്ത ഒരെണ്ണം ഈ റൺ സ്റ്റേറ്റില് എക്സിക്യൂഷൻ ടൈമില് പ്രയോറിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ടൈം ക്വാണ്ടം വരുമ്പോഴും നമ്മളുടെ റൗണ്ട് റോബിൻ അൽഗോരിതം, കുറെ നമുക്ക് അൽഗോരിതംസ് ഉണ്ട്. എങ്ങനെയാണ് ഓരോ പ്രോസസ്സ് എടുക്കേണ്ടത്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ പ്രയോറിറ്റി കൂടുതലുള്ളത് വന്നു കഴിഞ്ഞാൽ ലോ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സ് എന്ത് ചെയ്യും? ആ ഒരു റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് എന്തിലേക്ക് മാറും? റെഡി സ്റ്റേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ടൈം ക്വാണ്ടം യൂസ് ചെയ്ത് നമ്മുടെ റൗണ്ട് റോബിനിൽ ടൈം ക്വാണ്ടം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ടൈമാണോ ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ എടുക്കുന്നത്, ആ ടൈം കഴിഞ്ഞാൽ എന്താ? അതിനെ റെഡി ക്യൂയിലേക്ക് എടുത്തിട്ട് റെഡി ക്യൂവിൽ നിന്ന് ഉള്ള ഏറ്റവും കൂടുതൽ ആവശ്യമായ പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രയോറിറ്റി ബേസിലാണെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ളത് വരുമ്പോൾ ഇതിനെ പ്രിയംപ്റ്റ് ചെയ്യും. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യാം. പ്രിയംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷനിൽ ഇരിക്കുന്ന ഒരു പ്രോസസ്സിനെ ഫോഴ്സ്ഫുള്ളി ആ ഒരു എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് റെഡി ക്യൂയിലേക്കോ അല്ലെങ്കിൽ വെയിറ്റ് ഓർ ബ്ലോക്കിലേക്കോ പോകുന്നതിനെയാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. പ്രിയംഷൻ പല കാരണങ്ങൾ കൊണ്ട് നടക്കാം. പ്രയോറിറ്റി കൊണ്ട് നടക്കാം, ടൈം ക്വാണ്ടം വെച്ചിട്ട് നടക്കാം, അല്ലെങ്കിൽ IO റിക്വസ്റ്റ് വന്നാലും പ്രിയംഷൻ നടക്കാം. അപ്പൊ കംപ്ലീഷൻ ആവുന്നതിന് മുമ്പ്, ആ പ്രോസസ്സ് കംപ്ലീഷൻ ആവുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രോസസ്സിനെ CPU നിന്ന് മാറ്റി റെഡി സ്റ്റേറ്റിലോട്ടോ വെയിറ്റ് സ്റ്റേറ്റിലോട്ടോ മാറ്റുന്നതിനെയാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. നോൺ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഉള്ള ഒരു പ്രിയംഷൻ അവിടെ നടക്കുന്നില്ല. ഫോഴ്സ്ഫുള്ളി നമ്മൾ ആ ഒരു പ്രോസസ്സിനെ എടുത്ത് മാറ്റുന്നില്ല. ആ പ്രോസസ്സ് ഏതുവരെയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്ത് ടെർമിനേഷനിലേക്ക് പോകും. അന്നേരം അതാണ് നോൺ പ്രിയംഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ് വരുന്നത് എവിടെയാണ്? റൺ സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലേക്ക് മാറുന്നത് എപ്പോഴാണ്? പ്രിയംഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ പ്രയോറിറ്റി ഓർ ടൈം ക്വാണ്ടം ബേസ്ഡ് പ്രിയംഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ റെഡി സ്റ്റേറ്റിലേക്കാണ് ഇടുന്നത്. അവിടെ നിന്ന് ഷെഡ്യൂള് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന പ്രോസസ്സ് ഏതാണോ അതിനെ CPU-ലേക്ക് എടുക്കുന്ന, CPU-ൽ എക്സിക്യൂഷൻ നടക്കുന്നു. എന്നിട്ടോ കംപ്ലീഷൻ നടന്നു കഴിഞ്ഞാൽ ടെർമിനേഷൻ സ്റ്റേറ്റിലെത്തുന്നു, ആ പ്രോസസ്സിനെ കില്ല് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ് ട്രാൻസ്മിഷൻ ഡയഗ്രം ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ന്യൂ സ്റ്റേറ്റ്, a program which is going to be picked up by the operating system into the main memory is called a new processor. അതായത് മെയിൻ മെമ്മറിയിലേക്ക് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് പിക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റെഡിയാണ്. Whenever a process is created, it enters to the ready state in which it waits for the CPU to be assigned. The operating system picks the new processes from the secondary memory and put all of them in the main memory. The processes which are ready for the execution and reside in the main memory are called ready state processes. There can be many processes present in the ready state. Next is running. One of the processes from the ready state will be chosen for the operating system depending upon the scheduling algorithm. Hence, if we have only one CPU in our system, the number of running processes for a particular time will always be 1. If we have n processes,
in the system, then we have the n processes running simultaneously. അതായത് ഒരു സി പി യു ആണെങ്കിലും ഒരു പ്രോസസ്സ് മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര പ്രോസസ്സേഴ്സ് ഉള്ള സിസ്റ്റമാണോ, എത്ര പ്രോസസ്സേഴ്സ് ഉണ്ടോ അത്രയും പ്രോസസ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ പല പ്രോസസ്സുകൾ ഒരുമിച്ച് റൺ ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും എന്താണ്, സി പി യു ഒരു പ്രോസസ്സാണ് ഒരു ടൈമിൽ റൺ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു സി പി യു ഉള്ള സിസ്റ്റം ആണെങ്കിൽ അതായത് ഒരു സി പി യു മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിലെങ്കിൽ നമുക്ക് ഒരു പ്രോസസ്സേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രോസസ്സേഴ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ബ്ലോക്ക് ഓർ വെയിറ്റ് സ്റ്റേറ്റ്. From the running state, a process can make the transition to the block or wait state depending upon the scheduling algorithm. When the process waits for a certain resources to be assigned or for the input from the user, then the OS moves this process to the block or wait state and assigns the CPU to the other process. അപ്പൊ എന്തെങ്കിലും പ്രിയംഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോസസ്സ് ആ ഒരു സി പി യുന് വേറെ പ്രോസസ്സിന് അസൈൻ ചെയ്യും. ഓക്കെ, അടുത്തത് കംപ്ലീഷൻ ഓർ ടെർമിനേഷൻ ആണ്. When a process finishes its execution, it comes in the termination state. All the context of the process will also be deleted. Process control block എല്ലാം delete ചെയ്യും. The process will be terminated by the operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് സസ്പെൻഡ് റെഡി ആൻഡ് സസ്പെൻഡ് വെയിറ്റ് ആണ്. ഫസ്റ്റ് സസ്പെൻഡ് റെഡി നോക്കാം. A process in the ready state which is moved to the secondary memory due to lack of the resources, mainly primary memory, is called the suspend ready state. If the main memory is full and a higher priority process comes for the execution, then the operating system have to make room for the process in the main memory by throwing the lower priority process out into the secondary memory. The suspend ready processes remains in the secondary memory until the main memory gets available. അതായത് മെയിൻ മെമ്മറിയിൽ ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സ് വരുന്ന സമയത്ത് ലോവർ പ്രയോറിറ്റി ആയിട്ടുള്ള പ്രോസസ്സിനെ സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റും. അത് എന്നിട്ട് റെഡി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അതാണ് സസ്പെൻഡ് റെഡി എന്ന് പറയുന്നത്. അടുത്തത് സസ്പെൻഡ് വെയിറ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റിമൂവിംഗ് ദ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ, ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് ദ block processes which is waiting for some resources in the main memory. Since it is already waiting for some resources to get available, hence it is better if it is waits in the secondary memory and make room for higher priority process. This process completes their execution once the main memory gets available and their സസ്പെൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റിസോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻ മെമ്മറിയിൽ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്താണ്, സെക്കൻഡറി മെമ്മറിയിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് മെയിൻ മെമ്മറി നമുക്ക് കൂടുതൽ ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ സെക്കൻഡറി മെമ്മറിയിലാകുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ മെമ്മറി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ സെക്കൻഡറി മെമ്മറിയിൽ അതിന്റെ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും റിസോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിനെയാണ് സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിനെ മെയിൻ മെമ്മറിയിലേക്ക് അവിടെ ഫ്രീ ആകുന്ന സമയത്ത് അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യാനും അതിന്റെ വെയിറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സസ്പെൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രോസസ്സ് പഠിച്ചു, പ്രോസസ്സിന്റെ ആട്രിബ്യൂട്ട്സ് പഠിച്ചു, ഓപ്പറേഷൻസ് പഠിച്ചു, പിന്നെ പ്രോസസ്സ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ആണ്. പല എക്സാമിനും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കാണാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കണം.
പിന്നെ നമുക്ക് HFSTക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ജൂണില് നെറ്റ് എക്സാം കൂടെ വരുന്നുണ്ട്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ അത്യാവശ്യമാണ്. അതുമല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റ് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഏതൊരു എക്സാം എടുത്താലും നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. അപ്പം ഈ ഒരു ടോപ്പിക് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പിന്നെ അടുത്ത ടോപ്പിക്സ് നമുക്ക് ഇനി വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിന്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്യാം. അതുവഴി നമുക്ക് ജസ്റ്റ് ഒരു ഇതിന്റെ നോട്ട്സ് കിട്ടും. നിങ്ങളുടേതായ ഒരു നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ഈ PDF യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ ഓക്കെ, ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.